നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാൻ ഒരു ആളും ഇല്ല എന്നതാണ് ഒരു യഥാർത്ഥ കാര്യം. കുത്തഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സംവിധാനം. ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പൂർണ്ണ പരാജയം. പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ സാധാരണക്കാരെ കൊണ്ടുപോയി ഇടിച്ചുരുട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂമിനിട്ടിടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതായത് സ്റ്റേഷനുകളിൽ ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് ഒരു പരാതിക്കാരനുമായി ചെന്നാൽ, അല്ലെങ്കിൽ ഒരു ജനമൈത്രി പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരള പോലീസ് കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ തലയിൽ കൈവച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സംവിധാനം പോകുന്നത്. നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാകിസ്ഥാനിലേക്ക് തിരിച്ചടി നൽകുമെന്നല്ല. ആ തിരിച്ചടി അവർക്ക് നൽകിക്കഴിഞ്ഞു. മറിച്ച് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഓരോ സംസ്ഥാനത്തുമുണ്ട്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അതാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ 1000 വട്ടം പറഞ്ഞത്. കാരണം ശത്രു രാജ്യത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ എളുപ്പമാണ്, അവരെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നവരെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തണ്ട, അത് തുടർ നടപടികൾ, അതായത് അതിൻ്റെ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം, അങ്ങനെ തുടർ നടപടികളിലേക്ക് പോയി നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജ്യദ്രോഹികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ പോലീസിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണം ഉദ്യോഗസ്ഥർക്ക്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം ഇത് മനസ്സിലായതുകൊണ്ടാണ് കേരളത്തിൽ IB-യും NIA-യും അടക്കം ഒരു അന്വേഷണത്തെത്തുമ്പോൾ കേരള പോലീസിന്റെ സഹായം തേടാതെ തന്നെ അവർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത്, കേരളത്തിൽ വന്ന് ക്യാമ്പ് ചെയ്തൊക്കെ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടുപിടിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, പോലീസ് ഏമാന്മാരോടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് അത്തപ്പൂക്കളം ഇട്ടതിൽ നിങ്ങളൊക്കെ ഏത് വകുപ്പ് പ്രകാരം കേസെടുക്കും? ഈ കേസും എടുത്തുകൊണ്ട് കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി നിങ്ങളെ ശിക്ഷിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അത്തപ്പൂക്കളം ഇട്ടവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 3ാം മുറയോ അല്ലെങ്കിൽ ഉരുട്ടുകയോ ചെയ്യും. അതാണ് കേരള പോലീസ്. അവർക്കത് മാത്രമേ ചെയ്യാനറിയാവൂ. 1 വർഷത്തിന് മുന്നേ തൃത്താലയിൽ ആനപ്പുറത്ത് ഹമാസ്, ഹിസ്ബുള്ള തീവ്രവാദികളുടെ ബാനറുകളുമായി ഒരു കൂട്ടം രാജ്യദ്രോഹികൾ അടിഞ്ഞാടിയപ്പോൾ എവിടെ പോയി ഈ കേരള പോലീസിന്റെ ശുഷ്കാന്തി? അന്നൊന്നും ഒരു കാക്കിയിട്ട ഒരു പോലീസ് സേമാനെയും കണ്ടില്ല, ഒരു ബീക്കൺ വെച്ച ഒരു ജീപ്പുകളും കണ്ടില്ല. അന്നൊക്കെ ഇവരുടെ വാ അടഞ്ഞു പോയോ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയ തന്നെ ഉയർത്തുന്നുണ്ട്. അന്നൊന്നും ഒരു കാക്കിയിട്ട ഒരു പോലീസിന്റെ ഒരു ശബ്ദം പോലും ആരുടെയും ചെവിയിൽ മുഴങ്ങി കേട്ടതുമില്ല. ഒരാളും, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിനെ തടയാനുള്ള ധൈര്യവും അന്ന് കണ്ടതുമില്ല. ചില മാധ്യമങ്ങൾ മാത്രം ഇതിനെ വാർത്ത കൊടുത്തപ്പോൾ പോലും ഒരു പോലീസോ അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ പോലും ഒരു റിപ്പോർട്ട് പോലും ചോദിച്ചില്ല എന്നത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഹിന്ദുക്കൾ ഏതെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചാൽ, അത് അമ്പലങ്ങളിലായിക്കോട്ടെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അതിനെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങും ഈ കേരള പോലീസിലെ പച്ച വെളിച്ചങ്ങൾ. അതായത് കൊല്ലം മുതിർപ്പിലക്കാട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രയോഗം മാറ്റണമെന്ന് ആവശ്യമുന്നയിച്ച് വന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായതാണ്. ഏതോ രാജ്യദ്രോഹികൾക്ക് ഹാലിളകി ഇരിക്കുമായിരുന്നു. അവരെ സുഖിപ്പിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ അവരുടെ വക്കാലത്തും പിടിച്ചാണ് ഈ കേരള പോലീസ് ഏമാന്മാർ അവിടെ വന്നത് എന്നത് ഉറപ്പാണ്. കേരളത്തിലെ ഹൈന്ദവർക്ക് പൂക്കളങ്ങളുടെ ഡിസൈൻ പോലും ആദ്യം പോലീസിനെ അയച്ച് അനുമതി വാങ്ങി, പോലീസ് കമ്മീഷണറുടെ മുമ്പാകെ കാണിച്ച് അനുമതി വാങ്ങി അത്തപ്പൂക്കളം ഇടേണ്ട ഗതികേടിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇത് സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളുടെ ഒരു വ്യക്തമായ തെളിവാണ്. ഹൈന്ദവ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നിയന്ത്രിക്കാനാണ് സർക്കാർ നിരന്തരം ശ്രമിക്കുന്നത്. അതിനെ തകർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കളം പോലുള്ള കലാപരമായ ആവിഷ്കാരങ്ങളിൽ പോലും പോലീസ് ഇടപെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും മതപരമായ അവകാശങ്ങളെയും തകർക്കുന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലടക്കം വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. കൂടാതെ TP സെൻകുമാർ അടക്കം മുൻ DGP ആണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേരള പോലീസിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. കേരള പോലീസിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കുഴലൂതി കൊടുക്കുന്ന കുറേ രാജ്യദ്രോഹികളുണ്ട്. അവരെയൊക്കെ പിടിച്ച് പുറത്ത് കളയേണ്ട സമയം അതിക്രമിച്ചു. എന്നാലും അദ്ദേഹം മാത്രം ഇന്നലെ കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിച്ചു. അത് പോലീസിനെ ഒരു
റിട്ടയർ ആയ ഒരു DGP കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥരെ വിമർശിക്കുമ്പോൾ അതും രാജ്യദ്രോഹത്തിന്, അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഓപ്പറേഷനാണ്. തീവ്രവാദികളെ നമ്മൾ കൊന്ന് തള്ളിയതിൻ്റെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ, അത് അഭിമാനത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അതിനെ പോലും, ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാചകം പോലും കാണുമ്പോൾ ഹാലിളകുന്ന ഈ കേരള പോലീസുകാരെയൊക്കെ ഉടൻ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിരിച്ചുവിട്ടില്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും തന്നെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ വിരോധികളുടെ പ്രതിനിധിയാണെന്നാണ് സെൻകുമാർ പറഞ്ഞത്. ഓണപ്പൂക്കളത്തിൽ തീവ്രവാദികൾക്കെതിരെ ഭാരതം നേടിയ നിർണായകമായ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ ഇടപെടുന്ന പിണറായി പോലീസ് എന്ത് സൂചനയാണ് കേരളത്തിന് നൽകുന്നത്? ഈ നാട്ടിൽ ജിഹാദികളുടെ താളത്തിനൊത്ത് കേരള പോലീസ് തുള്ളുന്നു എന്ന സന്ദേശമല്ലേ കേരള പോലീസ്, അല്ലെങ്കിൽ കേരള പോലീസിന്റെ കടിഞ്ഞാണിട്ട് വലിക്കുന്ന ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത്? അപ്പോൾ ഇത് ജിഹാദികൾക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും നിങ്ങൾ തന്നെ ഒരു വളം വെച്ച് കൊടുക്കുന്നതല്ലേ? അവർ എന്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും എന്ത് കൊള്ളരുതായ്മയും കേരളത്തിൽ കാണിച്ചാൽ ഒരക്ഷരം പോലും മിണ്ടാതെ കണ്ടില്ല എന്ന് കേട്ടിരിക്കുന്ന നമ്മുടെ കേരള പോലീസും കേരളത്തിൻ്റെ ഭരണ സംവിധാനമാണുള്ളത്. പക്ഷേ ഏതെങ്കിലും അഭിമാനകരമായ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പദ്ധതികളുമായി ഹൈന്ദവരടക്കം അല്ലെങ്കിൽ ജനങ്ങളടക്കം മുന്നോട്ട് വന്നാൽ അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും തെറി ഭാഷകൾ കൊണ്ട് അഭിഷേകം നടത്തുകയും ലാത്തി കൊണ്ട് വീശുകയും അല്ലെങ്കിൽ അവരെ കൊടിയ മർദ്ദനത്തിലേക്ക് അവരെ തള്ളിവിടുന്ന ഈ കേരള പോലീസിന്റെ രീതി മാറിയില്ലെങ്കിൽ ഈ കേരളം ഒരു തകർന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.